ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദിയോടും അതേപോലെ തന്നെ ചിപ്പിയോടും നേഴ്സുമാർ പറയുകയാണ്, മക്കളെ നിങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളേ, അമ്മയുടെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്, അവരിപ്പോൾ തന്നെ വരും, അതുവരെ നിങ്ങൾ ഇവിടെ ഇരുന്നോളാം. ഇല്ല സിസ്റ്റർ, ഞങ്ങളിവിടെ നിന്ന് എങ്ങും പോവില്ല, കാരണം ഞങ്ങൾ ഓട്ടോയിലാണ് വന്നത്, ഓട്ടോ കാശ് കൊടുക്കാനായിട്ട് ഞങ്ങളുടെ പൈസ ഇല്ല, ഇഷിതാമ്മ വരണം, അതിനുശേഷം പൈസ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുക. അപ്പോൾ ചിപ്പിക്കാണെങ്കിൽ വളരെയേറെ ആശ്വാസം തോന്നുകയാണ്. ആദ്യമായിട്ടാ എനിക്കൊരുപാട് സന്തോഷം തോന്നി, കാരണം ഡാഡി നമ്മളോട് സംസാരിച്ചു അല്ലേ, നമ്മൾ പ്രാർത്ഥിച്ചതിനൊക്കെ ഫലം ഉണ്ടായി. ഞാൻ ആദ്യേട്ടനോട് പറഞ്ഞല്ലേ നമുക്ക് അമ്പലത്തിൽ പോകാമെന്ന്. നീ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ നിന്നെ വിശ്വസിച്ച് ഞാൻ അമ്പലത്തിലേക്ക് വന്ന് നമ്മൾ വഴിപാടുകളെല്ലാം കഴിച്ചത്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡാഡിയെ തിരിച്ചു കിട്ടിയില്ലേ ചിപ്പി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആശ്വാസത്തോടെ ഇരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിതയും അതേപോലെ തന്നെ രാമനും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇഷിതയോട് ചോദിക്കുകയാണ്, മോളെ നീ അവിടെ നിന്നേ, കുട്ടികൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അവരെങ്ങനെ ഇവിടെ എത്തിയത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല അച്ഛാ, ഇവിടെ ഉണ്ടെന്ന വിവരം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഓടി ഇവിടെ എത്തിയത്. അവർ ICUയുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ICUയുടെ മുന്നിലോ? അവരെങ്ങനെ ICUയിൽ എത്തി മോളെ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ എവിടെയാണ് ICU എന്ന് പോലും അറിയാൻ മേലാത്തൊരവസ്ഥയായിരുന്നു എനിക്ക്. എത്ര പേരോട് ഞാൻ ചോദിച്ചെന്നറിയാവോ? പിള്ളേരും ഓരോരുത്തരോട് ചോദിച്ചിട്ടായിരിക്കും അവിടെ എല്ലാം കണ്ടെത്തിയത്. എന്നാലും മഹേഷിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ ഇവർ രണ്ടുപേരും. അത് തന്നെ വളരെ ആശ്വാസമായ കാര്യമല്ലേ അച്ഛാ? വളരെയേറെ ആശ്വാസമായ കാര്യമാണ് മോളെ. ഏതായാലും നമ്മുടെ മക്കൾ അത്രയ്ക്ക് സ്നേഹമുള്ള മക്കളാണല്ലോ അച്ഛാ. മഹേഷിൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ആകെ സങ്കടം തോന്നുന്നത്. ഇതുവരെ അച്ഛനോട് പറയാത്ത ചില കാര്യങ്ങളുണ്ട് അച്ഛാ. എന്താ മോളെ? അതെ, ഡോക്ടർ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, മഹേഷ് ഇല്ലാതായി പോകുമെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അച്ഛന് താങ്ങാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അച്ഛനോട് ഞാൻ സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നതെന്നൊക്കെ ഇഷിത പറയാ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് രാമനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ തോന്നുകയാണ്. മോളെ, ദൈവഭാഗ്യം, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ടിട്ടാ എൻ്റെ മോൻ രക്ഷപ്പെട്ടത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കണ്ണീരൊഴുകലും പിന്നെ പിള്ളേരുടെ പ്രാർത്ഥനയും ഒക്കെ കൊണ്ടാണ് എൻ്റെ മകൻ രക്ഷപ്പെട്ടത്. നിങ്ങൾ എത്ര പ്രാവശ്യം ടൂറ് പോകാനായിട്ട് ഒരുങ്ങി, അപ്പോഴും ഓരോരോ ദുരന്തങ്ങളാണ് സംഭവിച്ചത്. ചിപ്പി എടുത്തടിച്ചിട്ട പോലെ വീണില്ലേ? അതൊക്കെ ഓരോ നിമിത്തങ്ങൾ മോളെ. ഇപ്പോൾ ഇതിനേക്കാളും വലിയതിനി വരാനില്ല മോളെ, കാരണം മഹേഷ് അത്രയ്ക്കും അനുഭവിച്ചു. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വലിയൊരു ദുരന്തം ഒഴിഞ്ഞു പോയെന്ന് തന്നെ വേണം വിശ്വസിക്കാനായിട്ട്. ഇത് കേട്ട് ഇഷിതയാണെങ്കിൽ അതെ അച്ഛാ, അങ്ങനെ തന്നെ വിശ്വസിക്കാനായിട്ട് തന്നെയാണ് എനിക്കും താല്പര്യം. അച്ഛൻ ഏതായാലും വാ, നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയുകയാണ്. അവിടെ അവളുണ്ടോ രചന? അറിയില്ല അച്ഛാ, ഞാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല, ഇനി വന്നോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. അവളെ കാണുമ്പോൾ തന്നെ എനിക്ക് കലിയാണ് മോളെ. അവൾ കാരണമാണ് നമ്മുടെ കുടുംബം ഇങ്ങനെ ആകാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ നേരെ ICUയിൽ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇഷിത നോക്കി കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നതാണ്. മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിപ്പിയെ വിളിക്കുകയാണ് ഇഷിതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പിക്ക് ഭയങ്കര സന്തോഷം. ചിപ്പി ഓടി ചെന്നിട്ട് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. എൻ്റെ പൊന്നു മോളെ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ, എത്രമാത്രം അമ്മ സങ്കടപ്പെട്ടെന്ന് അറിയാവോ നിന്നെ കാണാതിരുന്നിട്ട്. ആദി, നിൻ്റെ അമ്മയും നിന്നെ ഒരുപാട് അന്വേഷിച്ചു മോനെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ജിപ്പിയാണെങ്കിൽ അതെ അമ്മേ, ഞങ്ങൾ അമ്പലത്തിൽ പോയി വഴിപാടുകളെല്ലാം കഴിച്ചു, പിന്നെ ആദ്യേട്ടനില്ലേ ചൈന പ്രദക്ഷിണം ചെയ്തു അമ്മേ എന്നിങ്ങനെ പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാമനും ഇഷിതയൊക്കെ ഞെട്ടിപ്പോയി. എന്തീ പറയുന്നത് മോളെ? ഇഷിത കേട്ടില്ലേ അവർ പറയുന്നത്? ഇവൻ മഹേഷിന് വേണ്ടി ചൈന പ്രദക്ഷിണം ചെയ്തെന്ന്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോനെ. മക്കളോട് ഇതാരാ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്? ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോൾ അവരൊരുപാട് തടഞ്ഞു, പക്ഷേ എനിക്ക് ചൈന പ്രദക്ഷിണം ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തിരുമേനിയോട് സംസാരിച്ചു. അങ്ങനെ തിരുമേനി അവിടുത്തെ ഒരു മുണ്ടും പിന്നെ എൻ്റെ തലയിലേക്ക് വെള്ളം കോരി ഒഴിപ്പിച്ചിട്ട് അങ്ങനെ വേണ്ട വിധത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പ്രസാദവും തന്നിട്ട് പറഞ്ഞു, അച്ഛൻ്റെ നെറ്റിയിൽ ഈ പ്രസാദം തൊട്ട് കൊടുത്താൽ മതി, അച്ഛൻ ഉടനെ തന്നെ കണ്ണ് തുറക്കും, ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ആ തിരുമേനി പറഞ്ഞത്. ആ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളിവിടെ വന്ന് ഡാഡിയെ കാണുകയും ചെയ്തു, ഡാഡി കണ്ണ് തുറക്കുകയും ചെയ്തു, ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്തു, ആ ചന്ദനം തൊട്ട് കൊടുത്തുകൊണ്ടാ എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും
ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ കൊണ്ടേ ഇത് കഴിയുള്ളൂ മക്കളെ, നിങ്ങൾ അത്രയ്ക്കും ഡാഡിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ അമ്മ, ഞങ്ങൾക്ക് ഡാഡിയെ സ്നേഹിക്കാതിരിക്കാനായിട്ട് കഴിയോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു രചന കരഞ്ഞുകൊണ്ട് ഓടിപ്പിടിച്ചുകൊണ്ട് വരിക. അപ്പോൾ രചനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ രാമൻ അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആദി എന്നും പറഞ്ഞുകൊണ്ട് രചന വിളിക്കുകയാണ്. അപ്പോൾ അമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആദ്യം അങ്ങോട്ട് പേടിച്ചു പോയി. അമ്മേ, അത് പിന്നെ ഞങ്ങൾ ഡാഡിയെ കാണാൻ വേണ്ടി വന്നതാ. ഡാഡിക്ക് ഇങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാണാതിരിക്കുന്നത് എങ്ങനെയാ? ഞാൻ പിന്നെ അമ്പലത്തിലും പോയി വഴിപാടുകളെല്ലാം കഴിച്ചു അമ്മേ എന്നിങ്ങനെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിതയാണെങ്കിൽ കണ്ടോ രചന, അവർ ദേ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് അവർ ഡാഡിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരികയാണെന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രചനയാണെങ്കിൽ മോനെ, നീ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. നിന്നെ കാണാത്തതിൽ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി, ടെൻഷൻ ഉണ്ടായിരുന്നു, ദേഷ്യം ഉണ്ടായിരുന്നു. നീ പറയാതെ പോയി കളഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ എത്തി നിൻ്റെ നാവിൽ നിന്നും ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരുപാട് ആശ്വാസം തോന്നുന്നു മോനെ. നീ ചെയ്തത് മുഴുവനും ശരിയാണ്. നിൻ്റെ ഡാഡിക്ക് വേണ്ടി നിനക്ക് ഇങ്ങനെയെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചല്ലോ എന്നൊക്കെ പറയാം. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും മക്കളെ, നിങ്ങൾ ഡാഡിയെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും കണ്ടു. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റി, എനിക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ല. ഇഷിത, ഞാൻ മഹേഷിൻ്റെ ആരുമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ മക്കളുടെ അച്ഛനല്ലേ മഹേഷ്. ആ ഒരു പരിഗണനയിലും വെച്ചിട്ട് എനിക്ക് മഹേഷിനെ കാണാനായിട്ടുള്ളൊരു അനുവാദം തരണം. നീ മഹേഷിൻ്റെ ഭാര്യയാണല്ലോ. നീ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ കൊണ്ടേ കാണിക്കും. അതുകൊണ്ട് ഒന്ന് പറയണം, ഇതാണ് എൻ്റെ റിക്വസ്റ്റ് എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിത നേഴ്സിനോട് പറയുകയാണ്. അതെ, രചനയ്ക്ക് മഹേഷിനെ കാണണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തൊന്ന് കൊണ്ട് കാണിച്ചു എന്ന് പറയുക. അങ്ങനെ നമ്മുടെ രചനയെ ഐസിയിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ രചന അങ്ങോട്ട് ഐസിയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ആദി ഇഷിതാമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഇഷിതാമ്മയുടെ കൈ പിടിച്ചിട്ട് തൻ്റെ തലയിലേക്ക് അങ്ങോട്ട് വെക്കുകയാണ്. ഇഷിതാമ്മയുടെ മനസ്സ് ഇത്ര നല്ലതാണ് ഇഷിതാമ്മ. എൻ്റെ അമ്മയോട് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഇഷിതാമ്മ കാണിച്ച ആ ഒരു മനസ്സില്ലേ, ഒരിക്കലും ഞാനത് മറക്കില്ല ഇഷിതാമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യം പൊട്ടിക്കരയാണ്. അപ്പോൾ ഇഷിതയ്ക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നിക്കുക. അങ്ങനെ രചന നേരെ മഹേഷിൻ്റെ അടുത്തേക്ക് പോയി നിൽക്കുക. മഹേഷിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് മഹേഷേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. മഹേഷ് കണ്ണ് തുറക്കും മഹേഷേ, രചനയാ വന്നിരിക്കുന്നത്, ഒന്ന് കണ്ണ് തുറക്കും മഹേഷേ എന്ന് പറയുമ്പോൾ മഹേഷ് പതിയെ ഒന്ന് കണ്ണ് തുറക്കുകയാണ്. മഹേഷ് കണ്ണ് തുറക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രചനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. മഹേഷ് കണ്ണ് തുറന്നല്ലേ മഹേഷേ, മഹേഷിന് വേണ്ടി എന്തോരം ഞാൻ പ്രാർത്ഥിച്ചെന്നറിയാവോ, മഹേഷിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എത്ര നേരമെന്നറിയാവോ കാത്തിരിക്കുന്നത്. മഹേഷേ, എന്നെ കാണുന്നതും എന്നോട് സംസാരിക്കുന്നതും മഹേഷിന് തീരെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ മഹേഷിനോട് ഞാൻ ചെയ്തതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. ഒരാൾക്ക് ആപത്ത് പറ്റുമ്പോഴാണല്ലോ നമ്മൾ അവരോട് ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ തെറ്റുകളെല്ലാം ഓർത്ത് പശ്ചാത്തപിക്കുകയാണ്. പശ്ചാത്തപിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. തെറ്റ് സംഭവിച്ചു പോയി മഹേഷേ. എന്നാലും ഇഷിതയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് മഹേഷിനെ കാണാനായിട്ട് വന്നത്. മഹേഷിനൊരു കാര്യം അറിയോ, മഹേഷിന് വേണ്ടി തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫലം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് ആദ്യം കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കണം, എല്ലാ വഴിപാടുകളും എനിക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ആണെങ്കിൽ, രചന, നീ എന്തിനിങ്ങോട്ട് വന്നത്? നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തെന്ന് പറഞ്ഞു, പഴയ കാര്യങ്ങളെല്ലാം നീ ഓർത്തെടുത്തെന്ന് പറഞ്ഞു. പക്ഷേ നീ ചെയ്ത ചതികളൊന്നും ഒരിക്കലും തേഞ്ഞു മാഞ്ഞു പോകില്ല എന്നൊക്കെ അവിടെ പറയാണ്. എനിക്കറിയാം മഹേഷേ, എനിക്കറിയാം ഞാൻ എന്തൊക്കെ ചെയ്താലും മഹേഷിനോട് ചെയ്തത് വലിയ ചതി തന്നെയാണ്. പക്ഷേ മഹേഷിന് ആക്സിഡൻറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനാ ഫസ്റ്റ് ഇവിടെ ഓടിയെത്തിയത്. എന്തിനാണ്? ഞാൻ മരിച്ചു എന്നറിയാനോ? ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്നറിഞ്ഞപ്പോഴേക്കും നിനക്ക് ടെൻഷനായോ? മഹേഷേ, അങ്ങനെയൊന്നും പറയരുത് മഹേഷേ. മഹേഷിനൊരു ആപത്ത് വരണമെന്ന് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല മഹേഷേ. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുക പോലുമില്ല. ഞാനിവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഇഷിത പോലും ഉണ്ടായിരുന്നില്ല. ഇഷിതയെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കിയെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇഷിത ഫോൺ എടുത്തില്ല അത്രേ. ഇഷിതയ്ക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, ആ ഓപ്പറേഷൻ തിയേറ്ററിലായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് മുഴുവനും കള്ളത്തരമൊന്നുമല്ല. ഇവിടെ ആരോട് വേണമെങ്കിലും മഹേഷിനത് ചോദിച്ചു നോക്കാം. പിന്നെ
ഭാര്യയുടെ സ്ഥാനത്ത് ഞാനാ മഹേഷിന് വേണ്ടി സൈൻ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ മഹേഷിന് കലി വരിക. മഹേഷിന് ഒട്ടും അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അതേ മഹേഷേ, ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. ഈ നിമിഷം വരെ മഹേഷിന് വേണ്ടി ഞാൻ കാവലിരിക്കുമായിരുന്നു എന്നൊക്കെ മഹേഷിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷ് ഇഷിതയോട് രചനയോട് ചോദിക്കുകയാണ്, ഹോ, അപ്പോൾ നീ എനിക്ക് വേണ്ടി കാവലിരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അതെ മഹേഷേ, ഞാൻ മഹേഷിന് വേണ്ടി കാവലിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തന്നെ നീ ഇവിടെ എത്തിയെന്നല്ലേ പറഞ്ഞത്? അതെ, ഞാൻ മഹേഷിന് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റുമെന്ന് നിനക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ രചനെ എന്ന് ചോദിക്കുമ്പോൾ രചന ആകെ പകച്ചൊന്നു പോയി. ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ, ആകെ തകർന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ ബൈ.